Hi guys, so welcome to our new vlog. പക്ഷെ തുടക്കം തന്നെ ദ ഗുഡ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒരു സ്ഥലത്താണ്, ലൈക്ക് ഇറ്റ്സ് ഇൻ വൺ ഏരിയ. അപ്പോൾ അതെന്താന്ന് നമുക്ക് വഴിയെ പറയാം. പക്ഷേ സ്റ്റാർട്ടിങ് വിത്ത് സം ഗുഡ് ഫുഡ് ഇൻ എ ഗുഡ് റെസ്റ്റോറൻറ്റ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്. അത് തന്നെയാണല്ലോ റഷ്യയിൽ മൊത്തം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ആൻഡ് പ്രിയ, ഹൗസ് ദിസ് പ്ലേസ്? ഇതാണ് നമ്മൾ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ്. Just see how beautiful it looks. It's very expensive, no? ഹായ് വേദുനപ്പ പിസ്സ പാപ്പം പറഞ്ഞേ അതൊക്കെ നമ്മൾ പോകുമ്പോ കാണിക്കാം. ജസ്റ്റ് സീ വാട്ട് എ പ്രിറ്റി ബ്യൂട്ടിഫുൾ റെസ്റ്റോറന്റ്. ഇതൊക്കെ അവിടുത്തെ മിറർ ഓക്കെ, അതൊക്കെ നമുക്ക് വലിയ കാണിക്കാം. അപ്പൊ അതിലെ ഫുഡ് കാണിക്കട്ടെ. എന്തൊരു അമേസിങ് ഫീലിംഗ് അല്ലേ ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്നത്. പാസ്ത വന്നിട്ടുണ്ട്, പ്ലേറ്റ് കൊള്ളാം, നല്ല പൈനാപ്പിൾ ക്വാസ് ആണ്. ടേസ്റ്റ് സോ ഗുഡ്, വെരി റിഫ്രഷിംഗ്. പ്രിയയുടെ ഇത് സ്ട്രോബെറി മിന്റ് ലെമണേഡ്. പിസ്സ വരും, ഫൈൻ ഡൈനിങ് അല്ലേ. ജസ്റ്റ് ട്രൈ ദിസ്. ഞാനേ എൻ്റെ മണം കിട്ടിയിട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ദ വൺ ഓഫ് ദ ബെസ്റ്റ് പാസ്താസ് യു ഹവ് എവർ ഈറ്റൻ ഇൻ യുവർ ലൈഫ്. ട്രൈ ദിസ്. എനിക്ക് ഞാൻ തൊട്ടിട്ടില്ല, കാരണം ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ദ പ്ലേറ്റിംഗ് ഓൾസോ. ചിലതിന് അറിയാൻ പറ്റും, കാരണം എൻ്റെ ട്രഫിൾ ഓയിലും അതിൻ്റെ ഒരു ആ ചീസിൻ്റെ മണമൊക്കെ. ജസ്റ്റ് ട്രൈ. ഇറ്റ്സ് സ്റ്റ്യൂഡ് പോർക്ക്. സ്റ്റ്യൂഡ് പോർക്കാണ്. I'm sure it's going to be so good. Can't wait to try it. ചീസ് പുള്ളൊക്കെ വരും, നല്ല ചീസാണ്. ഊതാ കേട്ടോ, അപ്പം ഊതാ. അത് ജസ്റ്റ് ആ ഒരു പോക്കിൻ്റെ ഒരു പീസ് എടുത്ത്. സ്റ്റ്യൂഡ് പോക്കാണ്. How's the cheese? Extremely good, no? Dining and tasty ആയിട്ട്. I have never had this good pasta. അല്ലേ, എനിക്ക് അറിയായിരുന്നു ആ ഒരു കാണുമ്പോൾ തന്നെ. And just see the impeccable plating. കഴിച്ചോളൂ, ഞാനിപ്പോൾ തീർന്നു. ഞാൻ കഴിക്കാം. Absolutely gorgeous. ഏതോ ഹൈ ക്വാളിറ്റി ചീസാണ്. പാസ്ത ഇസ് കുക്ക് ടു ദ പെർഫെക്ഷൻ. കണ്ടറിയാം, ഒരു ചെറിയ ബൗൺസ് ഒക്കെ ഉണ്ട്. അൽഡെൻറ്റെ ആണ്. ആൻഡ് സം പോക്ക്. ഓക്കെ, നോക്കട്ടെ. ഇറ്റ് ഈസ് സോ ഗുഡ്. ട്രഫിൾ ഓയിലിൻ്റെ സ്ട്രോങ് ഫ്ലേവർ ഉണ്ട്. പാസ്തയും അല്ലേ, നല്ലൊരു ബൈറ്റ് ഉണ്ട്. അങ്ങനെ കുഴഞ്ഞ ഒരു സംഭവമല്ല. അൾട്ടേറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കുക്ക് കേട്ടോ. ചെറിയൊരു ബൈറ്റ്. ചിലപ്പോൾ ഈ പാസ്ത കുഴഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ കഴിക്കാനൊരു സുഖമില്ല. ആൻഡ് ദാറ്റ് പോക്ക് just adds a little bit of flavor. It is not fatty pieces of pork. It is just pure lean meat ആണ്. ആൻഡ് ആ ട്രഫിൾ ഓയിലും ചീസൊക്കെ ഉള്ള റിച്ച്നെസ് ഉള്ളതുകൊണ്ട് പോക്കിൻ്റെ ഫാറ്റും ഇല്ലാത്ത പീസസ് ആയതുകൊണ്ട് പെർഫെക്റ്റ്ലി കൺസീവ്ഡ് ഡിഷാണ്. സ്മാഷിങ്, വേറെ ഒന്നും പറയില്ല. സ്മാഷിങ്. Just see the pizza, guys. It's so good, no? A handmade whole pizza. Just see the cheese pull. ഇതൊക്കെയാണ് പിസ്സ എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് സോ ലൈറ്റ്. ഇറ്റ്സ് ലുക്ക്, ചീസ് ഇസ് ലോഡഡ് വിത്ത് 2 types of cheese, some bacon, some truffle oil. വേദനാണ് പിസ്സ പാപ്പ്. ഇറ്റ് ഇസ് ഹെവൻലി. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് പറയാനുള്ള ഒരു യോഗ്യത പോലും ഇല്ലാന്ന് തോന്നുന്നു. ഇറ്റ്സ് ദാറ്റ് ഗുഡ്. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡ് പിസ്സ ഇവിടെ കിടക്കുന്നു. ഹാൻഡ് മെയ്ഡ് പിസ്സാസ് ഇവിടെ കിടക്കുന്നു. ഒരു ബൈറ്റ് എനിക്ക് വേണ്ടി, എന്നിട്ട് വേദന കൊടുക്കാൻ പറയാം. എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്യാം. ഇതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഐ കാൻ റെക്കോർഡ്. ഇനി മോന് തരാൻ പോവാണേ. അപ്പം എന്താ ലൈഫിൽ കഴിച്ചിട്ടുണ്ടോ ഇതിനെക്കാട്ടി നല്ലത്? എക്സാജറേഷൻ അല്ല. ഐ ഹാവൻ ഹാഡ് എ ബെറ്റർ ക്വാളിറ്റി പിസ്സ ഇൻ മൈ ലൈഫ്. മേ ബി ഇറ്റലിയിലോ റോമിലോ എവിടെയെങ്കിലും പോകുമ്പോൾ പറ്റുമായിരിക്കും. ദിസ് ഇസ് സോ ഗുഡ്, സോ ഗുഡ്. ഐ ഈസിലി പേ എനി amount, 4,000, 5,000 rupees. എന്തായാലും I'll pay for this pizza. It's so good, guys. The cheese, the black truffle oil, the bacon, the slightly toasted crust, the flaky soft, ഇവിടുത്തെ ഒരു ബേസ്, the quality of the cheese, one of the best things. ഇന്നത്തെ വ്ളോഗ് തുടങ്ങാനുള്ള ഒരു നിമിത്തം ഇത് തന്നെയായത്. ഭയങ്കര സന്തോഷം.
അഫോർഡബിൾ. ഇത് 750 റുപ്പീസേ ഉള്ളൂ ഈ പിസ്സയ്ക്ക്. അഫോർഡബിൾ പിസ്സ, ഗുഡ് ഫുഡ് വേദ് സമ്മതിക്കുന്നില്ല. വേദ് സമ്മതിക്കുന്നില്ല. എന്നാ okay, so number one reason for happiness, extremely good food at affordable prices. സംഭവം തന്നെ സംഭവം. You'll eat one more slice, no? അല്ലേ? How good is this, Priya? I can't imagine it. I can't explain it. ഞാൻ ഫുഡ് അങ്ങനെ ഔട്ട് ഓഫ് വേർഡ്സ് ഒന്നും ആവാറില്ല എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. പക്ഷെ ദിസ് ഇസ് സോ ഗുഡ്, സോ ഗുഡ്. അത് മീലൊക്കെ കഴിഞ്ഞ് നമ്മളത് കൈ വാഷ് ചെയ്യുമ്പോഴാണ്. ഞാൻ ആക്ച്വലി വാഷ് ചെയ്ത് വന്നു. പക്ഷെ എനിക്ക് ഈ ഏരിയയും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു പ്രിയനെ വേദൂനെയെന്ന്. അപ്പോൾ പ്രിയനെ വാ, നല്ല ഫിനിഷ് അല്ലേ ഇത്? ഈ പൈപ്സ് ഒക്കെ കണ്ട നല്ല എക്സ്പോസ് പൈപ്സ് പോലെ. വാ, ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. നടക്ക്. ബാത്റൂമിലേക്ക് പോകുന്ന വഴിയാണ് റെസ്റ്റോറൻറ്റിൽ. ഈ ഒരു യെല്ലോ ലൈറ്റ്സും ഇങ്ങനത്തെ ബ്രിക്ക് വാളും. ഞാൻ അതിനകത്തേക്ക് കയറിയതാ ബാത്റൂം. എന്താ ബാക്കിലേക്ക് വലിയ മിറർ വേണമെന്ന് ഒരിക്കലും പറയാതിരിക്കാൻ വേണ്ടി തോന്നുന്നു. ഇതിനകത്ത ബാത്റൂം. ഇവിടെ എല്ലാ ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി മിറേഴ്സ് ഒക്കെ നോക്കി പോവാല്ലോ. അപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഫ്രഷ് ആയിട്ട് എന്നിട്ട് നമുക്ക് വെളിയിൽ ബാക്കിയുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. സൂപ്പർ മീലായിരുന്നു അല്ലേ? സൂപ്പർ മീൽ ആൻഡ് സൂപ്പർ ബാത്റൂം. അതെ. അപ്പോ ഇനി ഇതാണ് ഐ ഫീൽ ഇസ് ദ മെയിൻ റീസൺ വൈ റഷ്യൻസ് ആർ ഹാപ്പി അല്ല, ഇങ്ങനത്തെ പബ്ലിക് സ്പേസസും പബ്ലിക് പാർക്സും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ന്യൂ ഹോളൻഡ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കാണ്. ഇത് 18th സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ഒരു ഐലൻഡ് ആണ്, ആർട്ടിഫിഷ്യൽ ഐലൻഡ് ആണ്. പക്ഷെ ഇത് ആക്ച്വലി ഒരു വാട്ടർ ബേസ് ആയിരുന്നു. കാരണം ഇവിടെ എനിമീസിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ പാടായിരുന്നു ഈ ഒരു ബേസ്. കാരണം 3 സൈഡിലും വെള്ളമാണ്, സറൗണ്ടഡ് ബൈ വാട്ടർ ആണ്, കെനാൽസ് ആണ്. അതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു മിലിറ്ററി ബേസ്, ഷിപ്പ്, പിന്നെ മിലിറ്ററിയുടെ ബിൽഡിംഗ് ബേസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് അല്ല, എനിക്കത് പ്രൈവറ്റ് ഗ്രൂപ്പ് ഗവൺമെൻറ്, ഐ എം നോട്ട് ഷുവർ, $400 million കൊടുത്ത് ഈ പാർക്ക് റിനോവേറ്റ് ചെയ്ത് ആൻഡ് ഫ്രീ ഫോർ എവ്രി വൺ. എന്തിനാണെന്നറിയോ? ആർട്ടിസ്റ്റുകൾക്ക് പെർഫോം ചെയ്യാനും പബ്ലിക്കിന് വന്ന് ഫൺ ചെയ്യാനും. ഇവിടെ ഒരുപാട് കോൺസേർട്ട്സും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ഇന്ന് നമുക്ക് ഈ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് വൈ ഐ ഫീൽ റഷ്യൻസ് ആർ വെരി ഹാപ്പി അല്ലേ? ഒരുപാട് ഔട്ട്ഡോർ സ്പേസസ് ഉണ്ട്. അതാ ഞാൻ നോക്കുന്നത്. എവിടെ നോക്കിയാലും പാർക്ക്, എവിടെ നോക്കിയാലും ആൾക്കാരാ, എവിടെ നോക്കിയാലും ആൾക്കാർ. എനിക്കൊന്ന് വീട്ടിൽ കിടക്കാൻ മാത്രമേ പോവാറുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ എല്ലാവരും വെളിയില്ല റഷ്യയില്. ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ എന്താ ഇവർക്കിപ്പോ സമ്മർ അല്ലേ, മറ്റേ വിന്റർ സമയത്ത് പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കും എല്ലാരും നൈറ്റ് വരെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്. എന്തായാലും അപ്പൊ വി ആർ എക്സ്പ്ലോറിംഗ് ദ ഹാപ്പിനെസ് ഓഫ് റഷ്യ ത്രൂ ടുഡേസ് വ്ലോഗ്. അപ്പൊ നടക്കാലോ. ജസ്റ്റ് സീ ഹൗ പ്രിറ്റി ഓൾ ദിസ് ഈസ് അല്ലേ? വേദും ഭയങ്കര, വേദു എന്തോ മണ്ണിൽ ഡിസൈൻ ഉണ്ടാക്കിയത്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോ കഴിച്ചു വന്നത്. എനിക്ക് പറ്റുമെങ്കിൽ രാത്രി ഒന്നും കൂടെ പിസ്സ കഴിക്കണം എന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട്, വെരി വെൽ മെയിൻറ്റെയിൻ. എല്ലാരും താഴെ കിടക്കുന്നത് ബീൻ ബാഗ് ഒക്കെ ഇട്ട് വന്നിരിക്കുന്നു. ഇവിടെ ആയിരിക്കും അവിടെ ആയിരിക്കും, ഇവിടെ കാണുമായിരിക്കും അല്ലേ? 2 ഉണ്ടല്ലോ. നമുക്ക് നോക്കാം, അങ്ങോട്ട് പോവാം. 3-4 ഉണ്ട്. എല്ലാരും ബീൻ ബാഗ് ഒക്കെ വെച്ചിരിക്കുക ബാക്കില്. അത് ബീൻ ബാഗ് ആണോ? അത് സ്റ്റോൺ അല്ലേ? അല്ല, ബീൻ ബാഗാ. ഇവിടെ വെച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നതായിരിക്കുമല്ലോ. ഇവിടൊക്കെ വന്ന് വെറുതെ ഇരുന്നാൽ തന്നെ മതിയല്ലേ ഇഷ്ടമുള്ളവരായിട്ട്. എന്തൊരു ഹാപ്പി. ഒറ്റയ്ക്ക് ഒന്ന് ബുക്ക് വായിച്ചാലും കുഴപ്പമില്ല. ബുക്ക് വായിക്കാം, കുറെ ഫാമിലി ആയിട്ട് വരാം. എനിക്ക് മനസ്സിലാവാത്ത ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ, എന്നിട്ടും എന്ത് ഇത്ര തിരക്ക്? പിന്നെ അവർക്ക് ചിലപ്പം ഓഫൊക്കെ എടുത്ത് വെറുതെ ഒന്ന് ഇരിക്കും. ഇവരൊന്നും അങ്ങനെ ഫുൾ ടൈം ഒന്നും വർക്കിംഗ് ഒന്നും ആയിരിക്കില്ല. അതെ, അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടെന്ന് പറയാ. ഇപ്പൊ കഴിച്ചു വന്നല്ലോ, പക്ഷെ നമ്മള് ഡെസേർട്ട് കഴിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു ഐസ്ക്രീം വാങ്ങി നോക്കാം. ഒരു ബീൻ ബാഗ് നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഐസ്ക്രീം എന്നോട് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ. അവരവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചോക്ലേറ്റ് കഴിഞ്ഞു. ഇത്രയും തിരക്കല്ലേ. ബീൻ ബാഗ് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കിടക്കായിരുന്നു അല്ലേ? കിട്ടുമോ എവിടെയെങ്കിലും? ഓരോരുത്തർ
ഒരു ബീൻ ബാഗിൽ കിടന്നിട്ട് വേറൊരു ബീൻ ബാഗിൽ കാലും ബാഗൊക്കെ വെച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെ കിട്ടും? അതെ ആ സ്റ്റേജാന്ന് തോന്നുന്നു പെർഫോമൻസ് ഒക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും കാണുമായിരിക്കും, പക്ഷെ നമുക്ക് ഇവിടുത്തെ റൂട്ട് എന്താ ഐറ്റ്നറി എന്ന് അറിയാനുള്ള മാർഗ്ഗമില്ലല്ലോ. ഇത് ഇവരുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിലറിയാൻ പറ്റും ആരൊക്കെ എന്തൊക്കെയാ കോൺസെപ്റ്റ്സ് ഒക്കെ. എല്ലാവരും കിടപ്പാണ്, എല്ലാവരും ഗ്രാസിൽ കിടക്കുക അല്ലെങ്കിൽ ചെയറിലിരിക്കുക. നമുക്ക് 2 ടവൽ കൊണ്ടുവെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് ചെടിക്ക്. ഒരുപാട് ബേബീസ് ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഒരുപാട് ബേബീസ്. ഈ റഷ്യയിലെ ആൾക്കാർ കൂടുതലാണോ പൊതുവെ? പക്ഷെ എവിടെ നോക്കിയാലും ക്രൗഡഡാ. വൈ ഈസ് ലൈക്ക് ദാറ്റ്? എല്ലാരും വെളിയിലായതുകൊണ്ട്. ഇതാണ് ആർട്ടിഫിഷ്യൽ ബീച്ച് പോലെ. കൊള്ളാലോ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ലേക്കാണ്. എന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ബീച്ച്. വേദന കേറ്റാം. പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, എല്ലാം ഫ്രീ ആണ്. ബോട്ടിംഗ് ഒന്നുമില്ല അവിടെ. സൺ ചെയറിലൊക്കെ പോയിരുന്ന ലോഞ്ച് ചെയ്യാം. സംഭവം അല്ലേ? ഇത് ഭംഗിയുള്ള ബിൽഡിങ്സ് നോക്ക്. ഇതെന്താ ഇത്? എന്ത് പണിതുകൊണ്ടിരിക്കുകയായിരിക്കും. ബോട്ടാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ ഷിപ്പിംഗിന്റെ ഒരു യാർഡായിരുന്നു ഇത് പണ്ട്. അതുകൊണ്ടായിരിക്കും അത് ഇതുപോലെ ഒരു ഷിപ്പിംഗ് സ്ട്രക്ചർ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുന്നത്. പണ്ടത്തെ ഷിപ്പ് ഇത് പണിതുകൊണ്ടിരിക്കുകയല്ല. അല്ല, ഇത് ഡെക്കറേഷനാ, മെമ്മറി ചെയ്ത്. ഇനി വേദുവിനെ കിട്ടി. ബാ വേദു കളിക്കാം. ബാ റൺ റൺ ബാ റൺ. ഓട് ഓട് ഓട്. വേദുവിന്റെ ഹൈറ്റ് നോക്കിക്കേ. എവിടെ? 90 ആയിരിക്കും. വേദു നിക്ക്, ഇവിടെ നിൽക്കുന്ന മോന്റെ ഹൈറ്റ് നോക്കട്ടെ. അപ്പൊ 95. മുടിയും കൂടെ ചേർത്ത് 100. എങ്ങനെ ഇരുന്ന പയ്യനാ നോക്ക്. എല്ലാരും കണ്ടു കാണുമല്ലോ. ഇവരേക്ക് വിഷമാണ് അല്ലേ? എന്തിനാ ഈ പിള്ളേര് വളരുന്നല്ലേ? കുഞ്ഞുങ്ങളായിട്ട് ഇരുന്നാ പോരെ. എന്നിട്ടാണ് ഞാൻ എടുത്തോണ്ട് നടക്കാൻ ഫുൾ ടൈം 10 വർഷം കഴിഞ്ഞാലും. എന്നാലും നല്ലതല്ലേ, കുഞ്ഞായിട്ടിനെ ഇരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ റഷ്യ. നോക്കിക്ക് എല്ലാരും എന്തൊരു സന്തോഷം നോക്കും. അല്ല, ഇത് എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കുമല്ലോ ഓരോന്ന് കളിക്കുമ്പോ. ഇങ്ങനെ ലോക്കായി ഇങ്ങനെ ലോക്കാവും. അതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തന്നെ ഓപ്പൺ ആവും. ഇതിങ്ങനെ കറക്കിയ ഇതെല്ലാം ഇങ്ങനെ കറങ്ങും. കണ്ടോ? എനിക്ക് കൊറേ ബീച്ചിലേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. എന്താണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ബീച്ചിൽ നിന്ന് പോയി നോക്കാലോ. ചവിട്ടി വേദു, കാല് വെക്കാ. പിള്ളേര് തട്ടിയിടരുതേ. അപ്പൊ മേത്ത് കൊള്ളൂലേ? നടന്നു നോക്കുന്നു, കുശം പോലെ ഇരിക്കും. കണ്ടാ? സോഫ്റ്റാ. സാധാരണ മണ്ണല്ലേ കാണുന്നത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ. നോക്ക്, ആർട്ടിഫിഷ്യൽ ലേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ബീച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. എവിടെ ബീച്ച്? അവിടെ ഫുൾ മണ്ണാ. ഓ അങ്ങനെ. പോയി നോക്കാം. നമുക്ക് ചേഞ്ചിങ് റൂം ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് ശരിക്കും തോന്നുന്നു അവിടെ പോയി അവർക്ക് ബീച്ചിലൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. എനിക്കൊന്ന് ബിക്കിനിയൊക്കെ ഇടാൻ വേണ്ടിയാ. ഇട്ടിട്ട് എന്ത് ചെയ്യാനാ? അവിടെ സൺ ടാൻ ചെയ്യാൻ, ടാനിങ് ഇവര് ചെയ്യുമല്ലോ. പക്ഷെ ഇവിടെ ഷവർ ഒക്കെ ഉണ്ട്. ഇവിടെ ഷവറുണ്ട് പ്രിയ. ഷവറും ഉണ്ട്. എന്നിട്ട് അവിടെ ബീച്ച്. പക്ഷെ ബീച്ച് നമുക്ക് ഒറിജിനൽ ബീച്ച് നമ്മുടെ നാട്ടിലുള്ളപ്പോ ഇതെന്താ അല്ലേ? എന്തായാലും സംഭവം കൊള്ളാം. റഷ്യയില് ബീച്ചില്ല, എവിടെ ഉണ്ടെന്ന് തോന്നുന്നു.
സോച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. ഉണ്ടോ? പിന്നെ നമുക്ക് പോവാലോ, ആ സ്ട്രീറ്റ്സിലേക്കൊക്കെ ഇവിടെ ഒന്നും കൂടെ നടക്കാം. പോവല്ലോ നമ്മള്, അധികം ദിവസം ഇല്ലല്ലോ. അതാ എനിക്ക് വരണ്ട തിരിച്ച്. ഇവരുടെ ആൾക്കാരുടെ ഒരു ലവും എനിക്ക് ഭയങ്കര മനസ്സിൽ സന്തോഷം. എല്ലാരും ഐസ്ക്രീം ഉണ്ട്. ഫുഡ് ഐസ്ക്രീം ആണെന്ന്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുമാതിരി പാർക്കിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ പാർക്സ് ഒന്നും ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, പിന്നെ ഓപ്പൺ അല്ല. ബാംഗ്ലൂരൊക്കെ പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു പാർക്സ്. ഇപ്പോഴാണ് ബിൽഡിങ്സ് ഒക്കെ വന്ന് ഇതുപോലെ ഒന്നും ഇല്ലാതായത്. ഇവർക്ക് എന്തോരം സമയം പാർക്സിൽ സ്പെൻഡ് ചെയ്യുന്നല്ലേ വിത്ത് ഫാമിലി. അങ്ങനെ എല്ലാരും അതിലൊരു ബേബിയും കാണും. അതെ, അത് സത്യമായിട്ട് എല്ലാവരും കയ്യിലും പ്രാം കാണും. നോക്കൂ, ഒന്ന് ഇതാ ഇവിടെ നോക്ക്, അവിടെ പ്രാം, ഇവിടെ പ്രാം, എവിടെ നോക്കിയാലും പ്രാമും പിള്ളേരും. ഇവിടെ ജനിച്ച സെക്കൻഡ് ഡേ തന്നെ കുഞ്ഞിനെ പുറത്തിറക്കുന്നു ആ ക്ലൈമറ്റ് ആയിട്ട് ചേരാൻ വേണ്ടി. നമ്മളൊക്കെ 28 കഴിയാതെ കുഞ്ഞിനെ പുറത്തിറക്കും. ഇതാണ് എഴുതിയിരിക്കുന്നത്, യു ആർ ഓൺ ആൻ ഐലൻഡ്. ഇതാണ്, ഇവിടെ നിന്നാണ് ഇപ്പൊ നമ്മള് വരുന്നത്. അടിപൊളി സ്ഥലം അല്ല ഇരിക്കാൻ. ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം. എന്താണ് റഷ്യൻസ് സന്തോഷം. ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. എന്താ പ്രാം മുന്താൻ പറ്റുന്നതിനുള്ള സൗകര്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊച്ചുങ്ങളായിട്ട് നമ്മൾ ഔട്ട്ഡോഴ്സ് കുറെ പോകുമ്പോഴേ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ അല്ലേ? നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് ബുദ്ധിമുട്ടി ഓർമ്മയുണ്ടോ? റോഡല്ല, ഫുട്പാത്ത് ഇല്ല അവിടെ ഒന്നും. കഷ്ടമാണ്. ഇത്രയും നല്ലൊരു ഡെവലപ്പ്, നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രൈഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ ഫുട്പാത്ത് പോലും ഇല്ല. ശരിക്കും അതിശയിപ്പിക്കുന്ന തന്നെ ഇത് തന്നെയാണ്. ഈ മെയിൻ റോഡിന്റെ ഹൈവേയുടെ ഒക്കെ ഇടയിലുള്ള ഈ ഫോറസ്റ്റുകള്, ഇത് നോട്ട് ഈവൻ എ ഗാർഡൻ, അല്ലെങ്കിൽ വെറുതെ നട്ടുപിടിപ്പിക്കുന്നതല്ല. ഐ തിങ്ക് വർഷങ്ങളായിട്ടുള്ള സംഭവം തന്നെയാണ് ഫോറസ്റ്റ്. ആ സംഭവം ഇത് കേട്ടോ. എവിടെ നോക്കിയാലും മരങ്ങളാ, എവിടെ നോക്കിയാലും. അതിൻ്റെ കൂടെ വീണ്ടും പറയാം, അതിന്റെ കൂടെ ഹൈവേ അല്ലെങ്കിൽ മെയിൻ റോഡ്, അതിനെ നടുക്കിരിക്കാനാണ് ഈ പാർക്ക് ബെഞ്ചസ്. സംഭവം തന്നെ. ഇതും ഭയങ്കര ഒരു ഹാപ്പിനെസിന്റെ ഭാഗമല്ലേ? മ്യൂസിക് എവ്രിവെയർ. മ്യൂസിക് അല്ലെങ്കിൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ എന്താ ഈ ആർട്ടിസ്റ്റുകള്, ആർട്ടായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് എപ്പോഴും ഒരു അണ്ടർലൈൻ ഹാപ്പിനെസ് കാണും. എപ്പോഴും മ്യൂസിക്. ഇന്ന് വീക്ക് ഡേ ആണ്, എന്നിട്ടും കണ്ട മ്യൂസിക്. അത് എൻജോയ് ചെയ്യാനാണെങ്കിൽ കുറേ പേരും ഉണ്ട്. സംഭവം തന്നെ. എന്താ പറയാ, പോവാറായി, എല്ലാം കഴിയാറായി. അതിവിടെയല്ല, മോസ്കോയിൽ അങ്ങനെ ആയിരുന്നില്ലേ? ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അതിവിടെ കുറെ ആർട്ട് സ്കൂൾസും മ്യൂസിക് സ്കൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ കുട്ടികള് അവരുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരിവിടെ വന്ന് പബ്ലിക്കലി ഇത് പാടും. അവർക്കൊരു ഇൻകം കൂടിയല്ലേ, കേൾക്കുന്നവർക്ക് സുഖവും. ഒരു ഓവറോൾ ആംബിയൻസ് ആണെങ്കിൽ എലിവേറ്റഡ് പോകും. അടിപൊളി. ഇത് കൊള്ളാലോ, നോക്ക്, ഇരുന്നാലോ കയറി. ഒരു കഫേയാണ്. പ്രിയക്ക് എന്തായാലും കോഫി ടൈം ആയി. പക്ഷെ കാണാൻ ഭയങ്കര ഭംഗി. കുറെ നല്ല കുറെ പേര് ജ്യൂസും കുടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റിയ സാധനമായിരിക്കും. എന്തൊരു സന്തോഷം. അത്രേ ഉള്ളു കേട്ടാ. ശരിക്കും ഒരു ഫെയറി ടെയിൽ പോലെ. ഇനി എന്തായാലും തിരിച്ച് ഇതിനകത്തേക്ക് തന്നെ കയറാം. നല്ല രസമുണ്ട്. ഇതൊക്കെ നോക്കി, ലൈറ്റ്സ് ഒക്കെ. പേരൊന്നും അറിയില്ല. എന്താ റെസ്റ്റോറന്റ്? കാറ്റ്ലി ഷൂ റഷ്യ. അതാ ഒരു ഫെയറിറ്റെയിൽ ഇമേജ് കിട്ടാനായിട്ടാ. നൈസ് നോ? കത്തിയായിരിക്കോ? കുഴപ്പമില്ല. സീലിംഗ് നോക്ക് പറയാ. സീലിംഗ് ഫുൾ തുണി വെച്ചാ ചെയ്തിരിക്കുന്നത്. ആഗ്രഹിച്ചു കയറിയതല്ലേ? നല്ല സ്ഥലമായിരുന്നു. പക്ഷെ ആ ജ്യൂസിന്റെയും ടീയുടെയും കടയാ പറയാ. അതാണ്. അതുമാത്രല്ല, ഭയങ്കര ചൂടകത്ത്. ആ ചൂട്. AC ഇല്ല, ഫാനും ഇല്ല, ഒന്നുമില്ല. നമുക്കത് പറ്റില്ലല്ലോ. അപ്പൊ അതാ, നമുക്ക് എവിടെയെങ്കിലും വെളിയിൽ തന്നെ ഇരിക്കാം. ഇഷ്ടംമാതിരി സ്ഥലം ഉണ്ടല്ലോ. അതെ, വേറെ ഊഞ്ഞാലൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട്.
അപ്പുറത്തെ ഭാഗത്ത്. പക്ഷെ അവിടെ വെയിലടിക്കുന്നു. ഓ അതാണ് അവിടെ പോവാത്തത്. കുറച്ച് വെയിലൊക്കെ കൊള്ളു പ്രിയ. എന്ത് രസം നോക്കിക്കേ. എല്ലാരും റഷ്യൻ പ്രിയ, എല്ലാ റഷ്യൻസ് ആട്ടെ. ഇതൊന്നും ടൂറിസ്റ്റ് അല്ല, കാരണം ഇപ്പോഴും അധികം ടൂറിസ്റ്റ് ഇല്ല ഇവിടെ. വീട്ടില് കുക്കിംഗ് ഒന്നുമില്ല, കുക്കിംഗ് ഇല്ല. ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു. ഒക്കേഷനിലല്ലേ നമ്മൾ വെളിയിൽ പോയി കഴിക്കുന്നത്. ഇവർ ഒക്കേഷൻസ് ആണ് വീട്ടിൽ കുക്ക് ചെയ്യുന്നത്. അതാണ് സംഭവം. അതെ, അങ്ങനത്തെ ഒക്കേഷൻസ് എല്ലാം ഉള്ളപ്പോഴായിരിക്കും ഇവർ കൂടുതൽ കുക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഔട്ട്സൈഡ് ആയിരിക്കും. കാരണം എല്ലാവരുടെയും അറ്റ്ലീസ്റ്റ് മിഡിൽ ക്ലാസ്, ഇവിടുത്തെ ഒരു മിഡിൽ ക്ലാസ് അതിൽ സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ട്. അതാണ്. അവിടെ കുറെ സമയം എടുക്കുന്നു. എൻ്റെ ഇടയ്ക്കുള്ള ഫുഡ് വന്നത് ഞാൻ കണ്ടു. എൻ്റെ തൃക്കണ്ണുകൊണ്ട് ഞാൻ കണ്ടു പ്രിയ. അതുകൊണ്ട് അവിടെ എന്ത് വേണമെങ്കിലും അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒയ്യോ ആദ്യമായിട്ടാണ് ഒരു എക്സ്ചേഞ്ച് വരുന്നത്. എനിക്ക് ഭയങ്കര ദാഹം, ചൂടായതുകൊണ്ട് ഞാൻ കോൾഡ് ഡ്രിങ്ക് ഓർഡർ ചെയ്തു. പ്രിയ ഹോട്ട് ചോക്ലേറ്റ്. ആദ്യമായിട്ട് അത് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ. ലുക്ക് സോ ഗുഡ് നോ. എനിക്ക് കുടിക്കാൻ പറ്റൂല. അപ്പൊ കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ഭയങ്കര ദാഹം, അതുകൊണ്ട് ഞാനൊരു സ്ട്രോബെറി മിന്റ് പൈനാപ്പിൾ വിത്ത് സം സൺഫ്ലവർ സീഡ്സ്. ഇതെന്താന്ന് അവർ പറയാം. അവർ പറയാം ഓൾഡ് ഗ്രേപ്പ്. ഞാൻ പറഞ്ഞ ഓൾഡ് ഗ്രേപ്പ് അല്ല, ഫെർമെന്റഡ് ഗ്രേപ്പിന്റെ എന്തോ കുക്കീസ് ആണ്. നല്ലതായിരിക്കും. ആംബിയൻസ് ആണ് സംഭവം കേട്ടോ. ഡ്രിങ്ക് പിന്നെ എന്തായാലും നല്ലതായിരിക്കുമല്ലോ ഇവിടെയൊക്കെ. പെർഫെക്റ്റ്. മധുരമൊന്നും ഇല്ല അധികം. ചായ ടൈമിന് പറ്റിയ ബിസ്ക്കറ്റാണ്. എന്നാലും എനിക്ക് അവിടെ എന്താ സംഭവിക്കുന്നത് അതാ സന്തോഷമല്ലേ. ഇവിടെ ഇരുന്ന് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇവിടെ ഇരുന്ന് നേരെ അവിടെ കാരണം സന്തോഷത്തിന് നമുക്ക് ഐഡിയ കിട്ടി. നമ്മുടെ വേറെ ഒരു സന്തോഷം, സെയിന്റ് പീറ്റേഴ്സ്ബർഗ് വന്ന് മോള് കാണാമെന്ന് വിചാരിച്ചാൽ അതും ഒരു മ്യൂസിയം പോലെയാണ്. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഒന്ന് കയറി കണ്ടേ പറ്റൂ. മ്യൂസിയം പോലെ ഇല്ലേ, ഗലേറിയ, പറ്റിയ പേരുവാ. അപ്പൊ അകത്തും കൂടെ കയറി ഇതെന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തൊരു ഡിഫറെന്റ് ഒരു ചെറിയ വ്ളോഗായിരുന്നു. അത് അവസാനിപ്പിക്കാം. ഷോപ്പ് ചെയ്യോ? മിക്കവാറും അകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ചെരുപ്പ് വാങ്ങണം. ഏതൊരു ചെരുപ്പ് വേണം, ഒരു ജാക്കറ്റ് വേണം. നോക്കാം. നല്ല സംഭവം അടിപൊളി ശരിക്കും. കണ്ട അതെ, നമുക്ക് കയറുമ്പോ വേദന ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് കയറാം. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. സെയിൽ അടിയിൽ തന്നെ സെയിൽ എന്നുള്ള തോന്നുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും അല്ലേ. സൈഡിലെ ഹെറിറ്റേജ് ബിൽഡിങ്സ് ആണ്. കണ്ടു തുടങ്ങി കേട്ടാ. ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടാൻ തുടങ്ങിയില്ലേ, അതുപോലെ തന്നെ എനിക്കിപ്പോ മോളിക്കർ ഭയങ്കര കണ്ണിന് അകത്ത് കയറണ്ടേ. അകത്തെ നമുക്ക് വേദന ജാക്കറ്റ് ആയിട്ട് നോക്കാം. അടയ്ക്കാറായി. മോളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം. മോൾ എന്തായാലും ഒരു ക്ലാസ്സസ് കാണുമല്ലോ. ഓ നല്ല ഡിസൈനാന്ന് തോന്നുന്നു. നമ്മുടെ മെയിൻ ഏരിയയിലല്ല കേട്ടാ. മെയിൻ ഏരിയ നിർത്തുന്നത് എങ്ങനെ തിരി നിർത്തില്ലല്ലോ അല്ലേ, മോളിന്ന് വെളിയിൽ ഇറങ്ങുന്നവരെ. എനിക്കൊന്നേ സാറ് അറിയാത്തവര് നമ്മുടെ വ്ളോഗിൽ കൂടെ കുറെ പേര് അറിഞ്ഞു കാണും അല്ലേ സാറേനെ കുറിച്ച്. അത്രമാത്രം പബ്ലിസിറ്റി നമ്മൾ കൊടുത്തിരിക്കുന്നത്. എച്ച്എംഎ കാട്ടി കൂടുതൽ സാറയാ. ഇവിടെ വന്നേ പിന്നെ ഫുൾ സാറയല്ലേ. വേദനുണ്ടോ നോക്കാട്ടാ പ്ലീസ് പ്രിയ. വേറെ എവിടെയും കയറില്ലേ. വൈറ്റ് ജീൻസ് വേണ്ട. വേദന് ജാക്കറ്റ് ഓർണാൻ ഭയങ്കര ആഗ്രഹം എനിക്ക്. അവനൊരു ബ്ലാക്ക് ജാക്കറ്റ് വാങ്ങണം എന്ന്. നോക്കട്ടെ, കാണാൻ സാധ്യത കുറവാണ്. ഇവിടെ സാറയ്ക്ക് ഗേൾസിനാണ് കൂടുതൽ കളക്ഷൻ, ബോയ്സിനെ കാട്ടി. അടിപൊളി മോഡൽ ഇവിടെയുള്ള എല്ലാ മോഡലും ഗ്ലാസ് സീലിംഗ്സ് ആണ് സ്റ്റാർബക്സ് ഒക്കെ അടിയിൽ തന്നെ ഉണ്ട്. ഭയങ്കര എസ്തെറ്റിക് മോളാണ്. ഭയങ്കര ഒരു ക്ലാസ്സിനെസ് അല്ലേ ഈ മോഡല്. അവിടെ വെച്ച് വേദനയില്ല. പക്ഷെ വേദനയില്ല, ജാക്കറ്റ് ഇല്ല. നമുക്ക് മേളിൽ പോയിട്ട് നോക്കാം. മേളില് എന്തെങ്കിലും കാണും. ഇങ്ങനത്തെ ഉണ്ട്. അത് പക്ഷെ സ്ലീവ് ഇല്ലല്ലോ. സ്ലീവൊക്കെ വേണം. ബ്ലാക്ക് കളർ ബ്ലാക്ക് ലെതർ ജാക്കറ്റ് എവിടെ കിട്ടുന്നു? അങ്ങനെയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നോക്കിയിട്ടും കിട്ടുന്നില്ല. നമുക്ക് റിസോർട്ടിലും കൂടെ പോയി നോക്കിയാലോ, അവിടെ ചിലപ്പോ കാണും. അടയ്ക്കാറല്ലേ മോഡൽ. അപ്പൊ അങ്ങനെ അവിടെ നൈറ്റ് അവസാനിപ്പിക്കാൻ പോവാണ്, ഈ വ്ളോഗ് അവസാനിപ്പിക്കാൻ പോവാണ്. പക്ഷേ ലൈറ്റ് കത്തുമ്പോ ഷൂസ് വേദുന് ക്രോക്സ് ഇത് ചെറുതായി പോയി. വേദുന് മറ്റേ ഷൂസ് ഒന്നും ഇടുന്നില്ല. അപ്പൊ ക്രോക്സ് എടുക്കാമെന്ന് പറയുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ഈ പഴയ ഷൂസ് കൊടുത്തു കഴിഞ്ഞാൽ 30% ഓഫ് കിട്ടും. അങ്ങനെയുണ്ടോ? ചെക്ക് ചെയ്തുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ബില്ലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ 1 വർഷം പഴയ ഷൂസിന്റെ ബില്ലൊന്നും കിട്ടില്ല. അപ്പൊ നോക്കാം.
നല്ല ഷൂസ് അല്ലേ? ലൈറ്റ് ഒക്കെ കത്തും. അവനിപ്പോ ക്രോക്സ് അല്ല നോക്ക്, കണ്ടോ? നോക്ക് താഴെ നിക്കുമ്പോ കണ്ടോ? അടിപൊളിയല്ലേ? ഇത് നോക്ക്, ഷൈനിങ് ചെയ്തു. ഇത് നോക്ക്, കണ്ടോ? വാവ്, കണ്ടോ ലൈറ്റ്? ഷൈനിങ് ചെയ്തു. വാവ്, ഷോക്ക്. അതെ, വേനൂര് ക്രോക്സ് അത്യാവശ്യമാണ്. കാരണം നമ്മളെ പോലെ തന്നെ ഒരുപാട് നടക്കുന്നതല്ലേ. ഇതാണ് ഏറ്റവും കംഫർട്ടബിൾ വേനൂര് അല്ലേ? പെട്ടെന്ന് ഇതും ചെയ്യാം. അതെ, ഇതിലെ ലൈറ്റ് എന്താ തോന്നുന്നു? നോക്കാം. അങ്ങനെ പ്രിയ കിട്ടി, 30% ഓഫ് കിട്ടി. പഴയ ഷൂസ് കളഞ്ഞുമില്ല. വേദ് ഹൈക്കായി അങ്ങനെ ഒരു അടിപൊളി ഉണ്ടല്ലേ വേദ്? ഒരു ഹൈഫൈ അപ്പയ്ക്ക്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം അല്ലെ? റഷ്യയുടെ വ്ളോഗ്സ് ഒക്കെ കഴിയാറായി. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ഹാപ്പി. ബൈ ബൈ. ബൈ. Thank you.